I'm Mala Ravindran, and my husband N. Ravindran is the proprietor of MRT. നമ്മളിപ്പോൾ MRT എന്നുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷേ എന്ന് വെച്ചാൽ MRT is an institution. Yes, MRT is an institution started by my father-in-law, Mr. Natarajan, and it is around 50 years we are running this institution. And MRTയിൽ നമ്മളോട് അവരുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് for 35 years he has been working in MRT along with his husband, along with his father. പിന്നെ 2021 November 15th my father-in-law passed away. അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പം നവംബർ 15 മരിച്ച father-in-law December 8ൽ തന്നെ Mr. N. Subindran, proprietor of SRT Metal Mart, filed a partition suit. അപ്പോൾ partition suit ഫയൽ ചെയ്തിട്ട് എല്ലാം കൂടെ ചെയ്തു. നമുക്ക് അവർ MRTനകത്ത് കയറണം, ഇഞ്ചക്ഷൻ പെറ്റീഷൻ പിന്നെ കമ്മീഷൻ എന്തൊക്കെയോ ഫയൽ ചെയ്തു. But the Supreme Court gave a clear verdict that MRT must be run by Mr. N. Ravindran, and we are running the business very successfully. ഇതിനിടയ്ക്ക് 2025 ജാനുവരിയിൽ GST ഒരു കള്ളപ്പരാതി കൊടുത്ത് നമ്മളിവിടെ GST ക്യാൻസൽ ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ അവിടെ നമ്മളുടെ ഇതൊക്കെ പറഞ്ഞു. We got the order back and the GST opened MRT again and we have a fresh lease of life. നമ്മളുടെ കടയിൽ ഏകദേശം 100 പേര് ജോലി ചെയ്യുന്നു. എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ലൈസൻസ് എടുക്കാതെ ബിസിനസ് ചെയ്യണമെന്ന് ഒരു താല്പര്യവും ഇല്ല. നമ്മൾ ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഫീസ് അടച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി കൺസേൺ കൊടുക്കാതെ കൊണ്ടാണ് ഈ പ്രശ്നം. അതിനും ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 2 പുള്ളിയും കൂടെ പരിഗണിക്കണം. പിന്നെ നമ്മളുടെ പ്രപ്പോസൽ 2 ദാറ്റ് ഇസ് ദ സബ് കോടതി ഓർഡർ അത് പരിഗണിച്ചിട്ടാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ that point was manipulated. അതിന് ഇവർക്കാണ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ ഓഫീസിൽ നേരത്തെ ഇരുന്ന ഓഫീസർ ഈ കേസ് കേട്ടു. ഈ സിവിൽ കേസിൽ നമുക്ക് ഇടപെടാൻ പറ്റൂല, അതുകൊണ്ട് അതുപോലെ കോർപ്പറേഷൻ കൂടുതൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ബിസിനസ് കന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം അവർ അതിന് ജാനുവരിയിൽ തന്നെ ഈ ഹൈക്കോടതി ഓർഡർ നമുക്ക് കയ്യിലുണ്ട്. ഇപ്പോൾ ജൂണിലാണ് നമുക്ക് ഈ ഓർഡർ, ജൂലൈ ഓർഡർ ഡേറ്റ് ഇസ് 2nd. ഇറ്റ് വാസ് സെർവ്ഡ് ഇൻ ദ തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് പുതിയ ഓഫീസർക്ക് സമയമല്ല. We have taken a decision and it has to be implemented. I do not know. Then everything happened and yesterday we received the orders from the High Court to open MRT immediately. But till now we are fighting for that. Only till 1 o'clock it will be feasible for us. Other than that, tomorrow is the second Saturday and Sunday is coming. Anyways, I do not want to blame anyone for this. It is simply a civil case and a rivalry between 2 brothers. And Mr. Subindran is doing all this, we know, and we are facing his wrath for the past 5 years. He wants everything for the sake of the property. To get everything, he is holding MRT as a hostage. That's it. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.